ഹലോ, ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടിയുള്ള സമയത്ത് ഡേ ഇൻ അവർ ലൈഫാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഞങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അതായത് എളുപ്പപ്പണിക്ക് വല്ല ബിരിയാണിയോ നെയ്ച്ചോറോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും തട്ടിക്കൂട്ടുക എല്ലാവരും കൂടിയുള്ള സമയത്ത്. നിങ്ങൾ ആദ്യം കണ്ട ആ ഷോട്ടില്ലേ, അത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആലോചിക്കുകയാണ് ഇനി ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇത് നമ്മളിവിടെ ഒരു നെയ്ബർ ഉണ്ടാക്കുന്ന അച്ചാറാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണം വാങ്ങി രണ്ടാമത്തത് വാങ്ങാൻ കാരണം ആദ്യത്തതിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ചെറിയ ബോട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല നാടൻ അച്ചാറാണ്. അതിനുശേഷം അത് ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് കുറച്ച് ആഡംബരമായിട്ട് ഇരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണ്. സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ, എല്ലാവരും കൂടി ഉള്ള സമയമാകുമ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ വാങ്ങി കൊണ്ടുവരണമല്ലോ. അപ്പോൾ അങ്ങനെ അത് വാങ്ങിയതിന് ശേഷം അത് ഞാൻ തന്നെ സെർവ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കൂടെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സെർവ് ചെയ്തു. പിന്നെ കുക്ക് ചെയ്തതൊക്കെ മാമനും കണ്ണനും ആൻറ്റിയും ഒക്കെ പറയായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ നമ്മളെപ്പോഴും വിചാരിക്കണ കാര്യമുണ്ട്, ആണുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവണം, അതായത് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പെണ്ണുങ്ങൾ മാത്രം കിച്ചണിൽ കയറണ്ടെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതേ അതിന് ശേഷം ഞങ്ങൾ ഇന്ന് ആലോചിച്ച് കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഇതേ പോകുന്നത് ലുലുവിലോട്ടാണ്. അപ്പം ലുലുവിലോട്ട് പോയി. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നല്ല തിരക്കാണ്. കാരണം നമ്മളിവിടെ ക്രിസ്മസ് വെക്കേഷനാണല്ലോ, അതുകൊണ്ട് തന്നെ ലുലു നല്ല തിരക്കുണ്ട്. പിന്നെ ലുലുവിൽ വലിയ ആർഭാടകരമായിട്ടുള്ള ആഡംബരങ്ങളും ഇതൊന്നുമില്ല കേട്ടോ. പണ്ടൊക്കെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാവുമായിരുന്നു, അത് ഇപ്രാവശ്യം കണ്ടില്ല. പിന്നെ അവിടെ പോയപ്പോൾ ഒരു പരിപാടി നടത്താൻ പോകുന്നതിൻ്റെ ഒരു ഒരുക്കങ്ങളിലായിരുന്നു. ഒരു ക്ലൗണിൻ്റെ ഇതായിരുന്നു, ക്ലൗൺ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതേ ഒരു ബബിൾസൊക്കെ വെച്ചിട്ടുള്ള പെർഫോമൻസാണ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ. പിന്നെ അതേ ഇവരെല്ലാവരും കൂടെ എത്തി. ഞാനും കണ്ണനും ആദ്യം പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് ഞങ്ങളെല്ലാവരും കൂടെ എത്തിയതിന് ശേഷം വെസ്റ്റ് സൈഡിൽ ഞാനും കണ്ണനും കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതേ മാമൻ സുഡിയോയിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് മാമൻക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കുടുംബത്തോടെ അതേ ആ ടീഷർട്ടിന് വേണ്ടിയുള്ള പരിതലായിരുന്നു. പിന്നെ അതേ മാമൻ ആ കയ്യിൽ പിടിച്ചിട്ടുള്ള ആദ്യത്തെ ടീഷർട്ടില്ലേ, കരിമ്പച്ച എന്ന് പറയും, ആ പച്ച കളറാണ് മാമൻക്ക് ഇഷ്ടമായിട്ടുള്ളത്. നല്ല കളക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പൊതുവേ ഈ സുഡിയോയിൽ ഇവിടുത്തെ ലുലുവിൻ്റെ ഉള്ളിൽ വലുതായിട്ടുള്ളതായിട്ട് തോന്നാറില്ല. എല്ലാതും ഇങ്ങനെ ട്രയൽ ചെയ്തിട്ടുള്ളത് പോലെ തോന്നാറുള്ളത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഈ ക്ലൗണിൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രസമല്ലേ ബബിൾസൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്കിങ്ങനെ കാണാൻ പറ്റും കുട്ടികൾ എവിടെ നിന്നൊക്കെ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. കാരണം അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ പെർഫോമൻസ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കണ്ടില്ല നല്ല ആക്റ്റീവായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ പെർഫോമൻസ് ഇനി നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അതിലൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. കാരണം കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ കുട്ടികൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യിപ്പിക്കാമല്ലോ. ഇങ്ങനെ കുറച്ച് ക്രൗഡിൻ്റെ ഇടയിൽ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സ്പേസിൽ ഇവർ ഇങ്ങനെ മിങ്കിൾ ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ ക്ലൗൺ വർക്ക്ഷോപ്സ്, പിന്നെ ഡ്രാമ തിയേറ്റർ വർക്ക്ഷോപ്സ്, ആർട്ടിൻ്റെ ഏത് വർക്ക്ഷോപ്സ് കുട്ടികൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇവർ സ്പോർട്സ് വെയേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യൂമയിലാണോ എന്ന് തോന്നുന്നു കയറിയിട്ടുണ്ടായിരുന്നു. അല്ല, ക്രോപ്സിലാണ് പ്യൂമയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന 3 പേരെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും ഞങ്ങൾ ഇങ്ങനെ അവിടുത്തെ കുട്ടികളുടെ പ്ലേ ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് നല്ല രസമാണ്. സാധാരണ എനിക്ക് ഈ ലുലുവിൽ പോകുന്ന സമയത്ത് ഈ കുട്ടികളുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ എൻജോയ്മെൻറ്റ്സ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഗെയിമിങ് സെക്ഷൻസൊക്കെ കുറച്ച് കൂടുതലുണ്ട് അവിടെ. അപ്പം ഈ ട്രിവാൻഡ്രം ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും വലിയ ലുലു ആണല്ലോ. അപ്പം അത്രയും നല്ല ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് കേട്ടോ, അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ചെയ്യാറുള്ളത്, പിന്നെ ലുലുവിൽ പോവാറുണ്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക്. അതിനുശേഷം ഞങ്ങളിതേ
ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അല്ലാണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു ചായ കുടിക്കണം എന്ന് ഇവർക്കൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ ഞങ്ങളെല്ലാവരും കുടിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിക്കുന്നത് കാരണം മക്ഡൊണാൾഡ്സിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം നല്ലതിന് സോഫ്റ്റി എന്നാണ് പറയുക, ക്രീമും അല്ലല്ലോ ഉള്ളത്, അപ്പോൾ മേക്ക് ചെയ്യുന്ന ക്രീമല്ലേ. അപ്പോൾ അതിന് ശേഷം അതെ ഞങ്ങൾ ലുലുവിൽ നിന്ന് പോയി. അപ്പോൾ ലുലുവിൽ മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെയും ന്യൂ ഇയറിൻ്റെയും കൂടെ ഒരു വൈബുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പളവളാ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലുലുവിലേക്ക് ഇവിടെ ട്രിവാൻഡ്രം ലുലു നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലുലുവൊക്കെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, നമുക്ക് ടൈം കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള ലുലുവിൻ്റെ ആ ഭാഗത്തു നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കുറേ കമൻറ്റുകളായിട്ട് എനിക്കിപ്പോൾ വരുന്നുണ്ട് ഞാനൊരു പ്ലാൻ ഇല്ലാണ്ടാണ് ഡബ് ചെയ്യുന്നത്. ബേസിക്കലി ഞാനൊരു പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഡബ്ബിങ്ങിന് ഇരിക്കാറുള്ളത്, അതായത് വോയിസ് ഓവർ കൊടുക്കാറുള്ളത്. പക്ഷേ എന്തൊക്കെ ചില മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാതും അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എനിക്കത് തിരുത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.